നമസ്കാരം ഹരികുമാർ സർ. സർ, ഈ സ്വയം പര്യാപ്തം ഭാരതം അതിപ്പോ ചെറുകിട വ്യവസായങ്ങളുടെ കാര്യത്തിലായാലും വലിയ പദ്ധതികളുടെ കാര്യത്തിലായാലും അതിലേക്ക് ഇന്ത്യ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആത്മനിർഭർ ഭാരത് എന്ന പ്രധാനമന്ത്രിയുടെ ആശയം അതിന് വലിയ മൊമെന്റം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ 2030 ആഗോള ഡ്രോൺ ഹബാക്കി ഭാരതത്തെ മാറ്റാനുള്ള നടപടികൾ, അല്ലെ അതും പ്രധാനമന്ത്രിയുടെ ഒരു സ്വപ്നമാണ്. അതിന് ആക്കം കൂട്ടുന്ന ചില വാർത്തകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ശരിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വലിയ സ്വപ്നമാണ് 2030 ഇന്ത്യയെ ലോകത്തിന്റെ ഡ്രോൺ ഹബ്ബാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത്. പക്ഷെ അതേസമയം അത് ഒരു കൈപ്പേറിയ ഒരു സത്യവും കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് മിസൈലുകളുടെ കാര്യത്തിൽ ഇന്ത്യ ലോകത്തെ ഏത് ശക്തിയോടും കിടപിടിക്കുമെങ്കിലും ഡ്രോണുകളുടെ കാര്യത്തിൽ ഇന്ത്യ വളരെ പുറകിലാണ്. അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തെ ടെക്നോളജി, നമുക്ക് ഡ്രോൺ ടെക്നോളജിയിൽ നമ്മൾ പിന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ ആ മേഖലയിൽ നമ്മളെ ബഹുദൂരം മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയുള്ള പൊട്ടൻഷ്യലുള്ള ഒരു തീരുമാനം ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനിക അല്ലെങ്കിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്ന അമേരിക്കൻ കമ്പനിയായ ജനറൽ ആറ്റമിക്, അവരാണ് പ്രഡേറ്റർ ഡ്രോണുകൾ, സീ ഗാർഡിയൻ ഡ്രോണുകൾ അതെല്ലാം നിർമ്മിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തിരിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ പ്രഡേറ്റർ ഡ്രോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരു തീരുമാനം ജനറൽ ആറ്റമിക് സിഇഒയും അതുപോലെ ഇന്ത്യൻ വംശജനുമായ വിവേക് ലാൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വളരെ ആശാവഹമായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. അല്ലെങ്കിൽ ഇന്ത്യയെ ഡ്രോൺ മാനുഫാക്ചറിങ് രംഗത്ത് ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ ശേഷിയുള്ള, നയിക്കാനുള്ള, ഇന്ത്യക്ക് ഒരു പ്രോത്സാഹനം നൽകാൻ സാധ്യതയുള്ള ഒരു പ്രഖ്യാപനമാണ് വിവേക് ലാൽ നടത്തിയത്. എന്താണ് ഇതുകൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകുന്ന മെച്ചം? വളരെ വ്യക്തമാണ്. കാരണം ഇന്ത്യയിൽ വെച്ച് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ വെച്ച് നിർമ്മിക്കുമ്പോൾ ഇവിടെ പല പാർട്ടുകളും, ഡ്രോണിന്റെ പല ഘടകങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ തുടങ്ങും. അപ്പം അദ്ദേഹം അത് വളരെ വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ഒരു ഡ്രോൺ മാനുഫാക്ചറിങ് ഇക്കോസിസ്റ്റം രൂപപ്പെടുത്താൻ ജനറൽ ആറ്റമിക് ഇന്ത്യയെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം അത്യന്താധുനികമായ ഡ്രോണുകൾ, ഇപ്പൊ ഡ്രോണുകൾ രണ്ട് മൂന്ന് തരമുണ്ട്. ജനറലി നമ്മൾ പറയുമ്പോൾ അതൊന്ന് കമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് അല്ലെ പഠനാവശ്യങ്ങൾക്കുള്ള ഡ്രോണുകൾ, അത് ഒരു വിഭാഗം. മറ്റത് ഈ ആവശ്യങ്ങൾക്കുള്ള ഡ്രോണുകളാണ്, യുദ്ധ ആവശ്യങ്ങൾക്ക്. അപ്പൊ ജനറൽ ആറ്റമിക്സ് മുഖ്യമായിട്ടും ഈ മിലിറ്ററി ആവശ്യങ്ങൾക്കുള്ള മെയിൽ ഡ്രോണുകൾ എന്ന് പറയുന്നത്, അതായത് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ്, ഏതാണ്ട് 35,000 അടി ഉയരത്തിലും അതിനു മേലേക്കും പറക്കുന്ന ഡ്രോണുകൾ. അതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ്, അതായത് ഏതാണ്ട് ഒരു 45,000 അടി ഉയരം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ മെയിൽ ഡ്രോണുകൾ ഏതാണ്ട് 30 തൊട്ട് 40 മണിക്കൂറുകൾ വരെ ഓപ്പറേറ്റ് ചെയ്യും. ശരാശരി ഒരു 35 മണിക്കൂറെന്ന് നമുക്ക് കൂട്ടാം, ആകാശത്തിൽ നിൽക്കും അത്. ഈ രണ്ടാമത് പറഞ്ഞ ഹെയിൽ ഡ്രോണുകൾ പലതും 40 മണിക്കൂറിലധികം ആകാശത്തിൽ പറക്കും. ഇത് രണ്ട് ആവശ്യങ്ങൾക്കാണ് മിലിറ്ററി ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. നിരീക്ഷണം, സർവൈലൻസ് ആൻഡ് റെക്കനൈസൻസ് എന്ന് പറയും, നിരീക്ഷണത്തിന് വേണ്ടിയിട്ട്. കോംബാറ്റ് ഡ്രോൺസ് എന്ന് പറയുന്നുണ്ട്, അത് ആയുധം ഉള്ള ഡ്രോണുകളാണ്. ഇങ്ങനെ ഈ ജനറിക്സിൽ നിന്നും ഏതാണ്ട് ഒരു കൊല്ലത്തിന് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം പോയ ഒരു ടീം അവിടെ ഒരു കരാറിൽ ജനറൽ ആറ്റമിക്സുമായിട്ട് ഒപ്പിട്ടിരുന്നു. അതുപ്രകാരം ഇന്ത്യ 31 പ്രഡേറ്റർ MQ-9B ഡ്രോണുകൾ ജനറൽ ആറ്റമിക്സിൽ നിന്നും വാങ്ങിക്കാൻ തീരുമാനമെടുത്തിരുന്നു. അപ്പൊ വിവേക് ലാലിന്റെ പ്രഖ്യാപനം അനുസരിച്ച് ഇതിൽ 10 ഡ്രോൺ മാത്രമേ അമേരിക്കയിൽ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുള്ളൂ. ബാക്കി 21 എണ്ണം ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്യും, അല്ലെ മാനുഫാക്ചർ ചെയ്യുമെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ 21 എണ്ണം ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ അത് നിർമ്മിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ പലതും ഇന്ത്യയിൽ സോഴ്സ് ചെയ്യും. ഇങ്ങനെയുള്ള ഘടകങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റുകൾ ഇന്ത്യയിൽ അതോടുകൂടി ഉയർന്നു വരും. ഈ യൂണിറ്റുകൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഡേറ്ററിന് വേണ്ടി മാത്രമല്ല, അത് പിന്നെ ഭാവിയിൽ ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന, അല്ലെ ഇപ്പോൾ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഡ്രോണുകൾക്കും അതുകൊണ്ട് പ്രയോജനം ലഭിക്കും. പിന്നെ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ഈ ഡ്രോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ ഇതിന്റെ ഒരുപാട് സാങ്കേതിക വശങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ഒരു
ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ജാഗ്വർ ലാൻഡ് റോവർ കമ്പനി നമ്മുടെ ടാറ്റ കമ്പനി ഏൽക്കുമ്പോൾ നമ്മുടെ ടാറ്റ ഇറക്കിയിരിക്കുന്ന പല കാറുകൾക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. 2000 ടാറ്റ കാറുകൾ വാങ്ങിച്ചവർക്കൊക്കെ അതറിയാം. ഗിയർ ബോക്സിന്റെ പ്രശ്നം, അതുപോലെ തന്നെ മറ്റു പല എഞ്ചിൻ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളാണ്. പക്ഷേ ജാഗ്വർ ലാൻഡ് റോവർ കമ്പനി അവിടെ നിന്നുള്ള ടെക്നോളജി അത് 8 വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നിയമമൊക്കെ ഉണ്ടെങ്കിലും 8 വർഷം അല്ല, 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ടെക്നോളജി മുഴുവൻ നമ്മുടെ കൈവശം എത്തും. 8 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അത് നിയമവിധേയവുമാണ്. അപ്പോൾ ഇവിടെ പ്രഡേറ്റർ ഡ്രോൺ ഉണ്ടാക്കുമ്പോൾ അസംബിൾ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്താണ് ഇതിലെ സാങ്കേതികത, അതുപോലെ ഇതിന്റെ ടെസ്റ്റിംഗ് ഉണ്ട്. ടെസ്റ്റിങ്ങിന് വേണ്ട ഫെസിലിറ്റീസ് ഇന്ത്യയിൽ ഉണ്ടാവും. അങ്ങനെ സാങ്കേതികമായിട്ട് ഒരുപാട് മേഖലയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരുപാട് വൈദഗ്ധ്യം ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യപ്പെടും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മറ്റു രാജ്യങ്ങളെ പോലെ അല്ല അമേരിക്ക. ഒരു കാരണവശാലും ടെക്നോളജി ട്രാൻസ്ഫർ രാഷ്ട്രമല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ അമേരിക്ക. അവര് പിന്നെ അവിടെ നിന്ന് ആയുധങ്ങൾ നമുക്ക് തരും, പക്ഷേ അത് വിൽക്കാൻ തയ്യാറാവും. പക്ഷെ ഒരിക്കലും ടെക്നോളജി ട്രാൻസ്ഫർ അമേരിക്ക സമ്മതിക്കില്ല. പിന്നെ മാത്രമല്ല, അമേരിക്കയ്ക്ക് വേറെ ചില കള്ളത്തരങ്ങളൊക്കെ ഉണ്ട്. F-16 വിമാനങ്ങൾക്ക് ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പിന്നെ ഇപ്പം വെറും ഒരു ആരോപണമല്ല, പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെ, നാറ്റോ സഖ്യകക്ഷികൾ തന്നെ അത് പറയുന്നുണ്ട്. അതായത് US വേണമെങ്കിൽ ഈ F-16 വിമാനങ്ങളുടെ പല ഫംഗ്ഷനുകളും ഇല്ലാതാക്കാൻ പറ്റും അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ത്യ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുന്നതിൽ നിന്നും പുറകോട്ട് പോകുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അമേരിക്ക F-35 ഓഫർ ചെയ്തപ്പോൾ പോലും ഇത്തരം ഒരു അപകടം പലരും നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള അമേരിക്കയുടെ ഒരു ദുശീലങ്ങളൊക്കെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ച് ഇന്ത്യയുമായിട്ട് സഹകരിക്കുമ്പോൾ ടെക്നോളജി ഇന്ത്യക്ക് കൈവശം വന്നാൽ പോലും ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഇപ്പം ജനറൽ ആറ്റമിക്സ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യൻ വംശജനായ CEO ഇതിൽ വളരെ കൃത്യമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ കൊണ്ട് ഈ പ്രഡേറ്റർ ഡ്രോണുകൾ വാങ്ങിപ്പിക്കാൻ വലിയൊരു ശ്രമം കാലാകാലങ്ങളായിട്ട് നടത്തിയത്. പലപ്പോഴും ആദ്യമൊക്കെ അദ്ദേഹം ഒരുപാട് ഓഫറുകൾ ഇന്ത്യക്ക് തരുമ്പോഴും ഇവിടുത്തെ പലരും ഇന്ത്യ ഗവൺമെന്റിനെ നിരുത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യ ഡ്രോണുകളുടെ കാര്യത്തിൽ പിന്നോക്കം പോയതിന് തന്നെ ഒരു കാരണമുണ്ട്. ഇന്ത്യയിൽ ഒരു വിഭാഗം, അത് സൈന്യത്തിലുള്ളവർ ഉൾപ്പെടെയുള്ളവരെയാണ് ഞാൻ പറയുന്നത്, ഡിഫൻസ് എക്സ്പെർട്സ് പണ്ടൊരു തരം ആശയം ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു. അതായത് ഒക്കെ തന്നെ ഈ പിന്നെ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയ്ക്ക് പ്രയോഗിക്കാം, അല്ലെങ്കിൽ ഇറാഖിൽ പ്രയോഗിക്കാം. പക്ഷേ ഈ എയർ സർഫസ് ടു എയർ മിസൈലുകളോ അല്ലെങ്കിൽ ആധുനിക വിമാനങ്ങളോ ഉള്ള രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഈ ഡ്രോൺ വളരെ സാവധാനമാണ് നീങ്ങുന്നത്. അങ്ങനെ നീങ്ങുന്ന ഡ്രോണുകൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സിറ്റിംഗ് ഡക്സ് ആവും. അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താധാരയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം റഷ്യ കാലത്ത് നമ്മൾ തിരിച്ചറിഞ്ഞു, ഇരു രാഷ്ട്രങ്ങളും ഏറ്റവും കൂടുതൽ പരസ്പരം ആക്രമിക്കാൻ ഉപയോഗിച്ചത് ഡ്രോണുകളാണ്. അപ്പം പിന്നെ ഇന്ത്യ പാകിസ്ഥാനിലേക്കാളും ഹൈലി കണ്ടസ്റ്റഡ് എയർ സ്പേസ് ആണ് റഷ്യ യുക്രൈൻ എയർ സ്പേസ്. അപ്പോൾ ആ എയർ സ്പേസിൽ പോലും ഡ്രോണുകൾ ഇഫക്റ്റീവ് ആണെന്ന് കണ്ടപ്പോൾ ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രതിരോധ കേന്ദ്രങ്ങളൊക്കെ വളരെ ഞെട്ടലാണ്. കാരണം ഇത് നമുക്ക് പറയലാണ്. എന്തായാലും ശരി, ഈ പിന്നെ ജനറൽ ആറ്റമിക്സിന്റെ ഇന്ത്യയിലെ സാന്നിധ്യം, അതുപോലെ ഇന്ത്യയിൽ ഡ്രോണിലുള്ള ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഉയർച്ചയും തീർച്ചയായിട്ടും ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അമേരിക്കയിൽ ജനറൽ ആറ്റമിക്സിൽ ജോലി ചെയ്തിട്ട് തിരിച്ച് ടർക്കിയിൽ ചെന്നിട്ട് ബൈറക്ടർ എന്ന് പറയുന്ന കമ്പനി രൂപീകരിച്ച് ലോക പ്രശസ്തമായ ബൈറക്ടർ TV ഡ്രോണുകളും അക്കിൻസി ഡ്രോണുകളും ഒക്കെ നിർമ്മിക്കുന്ന ബൈറക്ടർ കമ്പനി പോലെ എന്തായാലും വിവേക് ലള്ളിന്റെ ഒരു നേതൃത്വത്തിൽ, വിവേക് ലള്ളിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു മാഗ്നാനിമിറ്റി, അതില് മഹാമനസ്കതയിൽ ഇന്ത്യയും തീർച്ചയായിട്ടും ഡ്രോൺ ടെക്നോളജിയിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ നടത്തും എന്ന് കരുതാനാണ് എനിക്ക് താല്പര്യം. എന്തായാലും അത് സംഭവിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതാണ് ഈ വിഷയത്തിലുള്ള ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.